ലോകത്തെ ഏറ്റവും വലിയ ജലപാതങ്ങളിലൊന്നായ വിക്ടോറിയ ഫാൾസിന് മുകളിലൂടെ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുകയാണ് ഞാൻ. തെക്കേ ആഫ്രിക്കയിലെ സിംബാബ്വെ, സാംബിയ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. താഴെ വളഞ്ഞുപുളഞ്ഞുള്ള ഗർത്തത്തിലൂടെ ഒഴുകുന്ന സാംബസി നദി. ഇതാണ് ആ കൂറ്റൻ ജലപാതം. ഭൂമിയിൽ 108 മീറ്റർ ആഴത്തിൽ രൂപപ്പെട്ട വലിയ വിള്ളലിലേക്ക് സാംബസി നദി പരന്നൊഴുകി വന്ന് ചാടുന്ന കാഴ്ച. പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞു നുരഞ്ഞൊഴുകി വന്ന് ഭൂമിയുടെ പിളർപ്പിലേക്ക് വീഴുന്ന നദി. അത് പതിക്കുന്നിടത്ത് നിന്ന് നീരാവി പോലെ ജലക്കണങ്ങൾ ഉയർന്നു പറക്കുന്നു. നീളമേറിയ വിള്ളലാണ്. അതിലേക്ക് പതിക്കുന്ന ജലം വീണ്ടും ഭൂമിയുടെ പിളർപ്പുകളിലൂടെ ഒഴുകുന്നു. ഞാൻ ഹെലികോപ്റ്ററിലിരുന്ന് ആ കാഴ്ചകൾ കാണുകയും ഷൂട്ട് ചെയ്യുകയുമാണ്. ഞങ്ങൾക്ക് കാഴ്ച കാണാനായി ഹെലികോപ്റ്റർ ചെരിച്ചും വളച്ചുമൊക്കെ പറത്തുന്നുണ്ട് പൈലറ്റ് വോൾട്ട. പിന്നിൽ 2 പേർ കൂടിയുണ്ട്. സഞ്ചാരത്തിന്റെ ആഫ്രിക്കൻ ടൂറിനെത്തിയ ഗ്രൂപ്പിലുള്ള 2 പേരാണ്. വിക്ടോറിയ ഫാൾസിന് സമീപമുള്ള ഗ്രാമങ്ങളും 2 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേയുമെല്ലാം താഴെ കാണാം. ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഒരറ്റം. ഇത് സാംബിയയുടെ ഭാഗമാണ്. സാംബിയ എന്ന രാജ്യത്തിനു മുകളിലൂടെയാണ് ഹെലികോപ്റ്റർ ഇപ്പോൾ പറക്കുന്നത്. വലിയ പിളർപ്പിലേക്ക് പതിക്കുന്നതിന് തൊട്ടുമുൻപ് സാംബസി നദി ഇത്രയും വീതിയിലാണ് പരന്നൊഴുകുന്നത്. ഇപ്പോൾ നദിയിൽ ശരാശരി വെള്ളമുള്ളൊരു സമയമാണ്. വളരെ കൂടുതലുമല്ല, ഏറ്റവും കുറവുമല്ല. നദിയിൽ ഏറ്റവും വെള്ളമുണ്ടാവുക മെയ്, ജൂൺ മാസങ്ങളിലാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളാവുന്നതോടെ വെള്ളം കുറഞ്ഞു വരും. പിന്നീട് മഴക്കാലം വരുന്നതോടെ വീണ്ടും കുത്തൊഴുക്കാവും. മഴക്കാലത്ത് ഇവിടം കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. ഈ നദിയിലൂടെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഒരു ബോട്ടിംഗ് നടത്തിയിരുന്നു. വിക്ടോറിയ ഫാൾസിന് മുകളിലൂടെ 10 മിനിറ്റിലേറെ സമയം പലതവണ പറന്ന ശേഷം പൈലറ്റ് വോൾട്ട ഹെലികോപ്റ്റർ തിരികെ കൊണ്ടുപോവുകയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്നും കുറച്ചകലെയാണ് ഹെലിപാഡ്. ഒരു ഭാഗത്ത് വിക്ടോറിയ ഫാൾസ് സിറ്റി. അവിടെ കെട്ടിടങ്ങളുടെ നിര, അടുക്കും ചിട്ടയുമായി പണിതിരിക്കുന്ന പാർപ്പിടങ്ങൾ. ടൂറിസത്തെ ഉപജീവിച്ചു കഴിയുന്നവരാണ് വിക്ടോറിയ ഫാൾസ് സിറ്റി നിവാസികളിൽ കൂടുതലും. സാംബിയയിലേക്കും മറ്റും ഗതാഗതം നടത്തുന്ന കമ്പനികളിലെ ജോലിക്കാരാണ് മറ്റൊരു കൂട്ടർ. ടൂറിസവും ഗതാഗതവും, അത് രണ്ടുമാണ് പട്ടണത്തിലെ ആളുകളുടെ വരുമാന മാർഗങ്ങൾ. ഇവിടെ വേറെയും ഹെലിപാഡുകളൊക്കെ കാണാം. ടൂറിസ്റ്റുകൾക്ക് കാടിനും വെള്ളച്ചാട്ടത്തിനും മീതെ കൂടി പറക്കാൻ സൗകര്യമൊരുക്കുന്ന സ്ഥാപനങ്ങൾ. താഴെ നിരന്ന മൈതാനക്കാടാണ്. ചില മരങ്ങൾക്ക് ചുവട്ടിൽ ജിറാഫിനെയൊക്കെ പൈലറ്റ് വോൾട്ട എനിക്ക് കാണിച്ചു തന്നു. വനത്തിന് മുകളിലൂടെ കുറച്ചുനേരം എക്സ്ട്രായായി പറത്തി വോൾട്ട. എന്റെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ഉണ്ടായ കൗതുകം കൊണ്ടാണ്. മാത്രമല്ല, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളുമായി. അതിനാൽ മൃഗങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരം റൈഡുകളിൽ പതിവില്ലാത്ത രീതിയിൽ ഒന്ന് പറത്തുകയാണ്. ഇപ്പോൾ നേരെ മുന്നിൽ ഹെലിപാഡ് കാണാം. അങ്ങ് ദൂരെ പുകയുയരുന്നതുപോലെ കാണുന്നിടത്താണ് വെള്ളച്ചാട്ടം. അവിടെ നിന്നും ഒന്ന് കറങ്ങി വന്നാണ് കോപ്റ്റർ നിലത്തിറങ്ങുന്നത്. ഇനി ലാൻഡിംഗ് ആണ്. മറ്റൊരു ഹെലികോപ്റ്റർ അവിടെ നിൽപ്പുണ്ട്. പല ഹെലികോപ്റ്ററുകൾക്ക് ഒരേ സമയം വന്നിറങ്ങാനും പറന്നുയരാനുമുള്ള സംവിധാനങ്ങളുണ്ടിവിടെ. എച്ച് അടയാളപ്പെടുത്തിയ പല ഹെലിപാഡുകൾ. ഹെലിപാഡിലെ മഞ്ഞ വൃത്തത്തിനുള്ളിൽ വോൾട്ട കൃത്യമായി ഹെലികോപ്റ്റർ ഇറക്കി. നല്ലൊരു പൈലറ്റ്. വോൾട്ടയ്ക്ക് നന്ദി പറഞ്ഞു. ഇറങ്ങാൻ സഹായിക്കാനായി ഒരു ജീവനക്കാരനെത്തി. സീറ്റ് ബെൽറ്റ് അഴിച്ച് ഹെഡ്സെറ്റ് അഴിച്ചുവെപ്പിച്ച് വാതിൽ തുറന്നു പിടിച്ച് അയാൾ ഇറങ്ങാൻ വഴിയൊരുക്കുന്നു. മിടുമിടുക്കരായ ചെറുപ്പക്കാരാണ്. ഞാൻ ആദ്യം ഇറങ്ങി. പിന്നെ എന്റെ കൂടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന സഞ്ചാരത്തിന്റെ ടൂർ ഗ്രൂപ്പിലുള്ള 2 പേരും. നല്ലൊരു അനുഭവമായിരുന്നു ഈ ഹെലികോപ്റ്റർ യാത്ര. ഷിബു ആദ്യം ഇറങ്ങി. പിന്നാലെ കട്ടപ്പനക്കാരൻ ജോസ് തോമസും. ഉടനെ തന്നെ അടുത്ത സംഘം കയറിക്കഴിഞ്ഞു. ആ 3 പേരുമായി ഹെലികോപ്റ്റർ പറന്നുയർന്നു. ഇങ്ങനെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്നും ടൂറിസ്റ്റുകളുമായി ഹെലികോപ്റ്റർ റൈഡ് ആരംഭിക്കുന്നതാണ് രീതി. ചിക്കോപൊക്കോപ്പോ എന്ന കമ്പനിയാണ് ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നത്. ഇവർക്ക് നല്ലതുപോലെ ആളെ കിട്ടുന്നുണ്ട്.
ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും 15ഓളം പേരുടെ ഒരു സംഘം എത്തിക്കഴിഞ്ഞു. അതായത് 5 ട്രിപ്പിനുള്ള ആളായി. ഓരോ ആൾക്കും $180 ഫീസ്. ഏകദേശം 14,000ഓളം രൂപ. ഇറങ്ങിയ ഉടനെ ഞങ്ങളെ പെട്ടെന്ന് താമസിപ്പിക്കുന്ന റിസോർട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റൊരു റിസോർട്ടിൽ നിന്ന് കയറിയ കുറച്ചു പാശ്ചാത്യരുണ്ടായിരുന്നു വണ്ടിയിൽ. അവരെ കാത്തു നിൽക്കുന്നില്ല. കാരണം നേരം 9 മണിയാകുന്നു. റിസോർട്ടിൽ സഞ്ചാരം ഗ്രൂപ്പിലെ ബാക്കി 35 പേരുണ്ട്. അവരോട് 9 മണിക്ക് യാത്ര പുറപ്പെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യസമയത്ത് അവിടെ ചെല്ലണം. അവർ ഒരുങ്ങുകയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നേരത്താണ് ഞങ്ങൾ ഹെലികോപ്റ്റർ റൈഡ് നടത്തിയത്. ഞങ്ങൾ അതിരാവിലെ തന്നെ റെഡിയായി നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോരുകയായിരുന്നു. ഏതായാലും ഹെലികോപ്റ്റർ റൈഡ് നല്ലൊരു അനുഭവമായി. ഇനി റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ ചെന്നാലും ഞാൻ നമ്മുടെ ഗ്രൂപ്പിനൊപ്പം പല കാഴ്ചകളിലേക്കും പോകുന്നില്ല. അവരിന്ന് കാണാൻ പോകുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടവും സാംബിയ അതിർത്തിയിലെ പാലവുമൊക്കെ നേരത്തെ കണ്ടതാണ്. ഞങ്ങൾ റിസോർട്ടിലെത്തി. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴേക്കും പുതിയ ഒരാൾ വന്നിരിക്കുന്നു. ഇത് ജിമ്മി. I am Jimmy. Okay. I'm here to take you on a village tour. Right. Are you ready? Yeah, I am ready. സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനിയുടെ പ്രതിനിധി തന്നെയാണ് ഇദ്ദേഹം. And then shopping. ഞാൻ ജിമ്മിയുടെ കൂടെ ഒരു കാറിൽ മറ്റു ചില കാഴ്ചകളിലേക്ക് പോവുകയാണ്. വൈകിട്ട് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ചില പരിപാടികൾക്കെല്ലാം പോകാമെന്നാണ് തീരുമാനം. ജിമ്മി എന്നെ ചില ഗ്രാമങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകും. ഇവിടെ നിന്നും കുറച്ചകലെയാണത്. ആ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമുള്ളയാളാണ് ജിമ്മി. ആദ്യം പോകുന്നത് മോണ്ടെ എന്നൊരു ഗ്രാമത്തിലേക്കാണ്. Monde village. Monde village. Yes. Okay. Yes. ജിമ്മി പറയുന്നത് അതേക്കുറിച്ചാണ്. ഇതാണ് ജിമ്മിയുടെ വണ്ടി. അതിലേക്കു കയറി. Monde village. ഇവിടെ ഒരു സാധാരണ ട്രൈബൽ ഗ്രാമത്തിൽ എങ്ങനെയാണ് ജീവിതം പുലരുന്നത്, അവർ എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി ജീവിച്ചു പോരുന്നത്, അവരുടെ ആചാരങ്ങൾ, രീതികൾ, ഇതൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഡെബലെ എന്ന ഗോത്രത്തിന്റെ ഗ്രാമമാണത്. ഞങ്ങൾ താമസിക്കുന്ന എലിഫന്റ് ഹിൽസ് റിസോർട്ടിന്റേത് വമ്പനൊരു കോമ്പൗണ്ടാണ്. വലിയൊരു ഗോൾഫ് കോഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. This time I am with 20,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു രാത്രിക്ക് ഇവിടുത്തെ മുറി വാടക. വനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം റിസോർട്ടുകളും ഹോട്ടലുകളുമൊക്കെ നല്ല വരുമാനമുണ്ടാക്കുന്നുണ്ട്. television program also ടൂറിസ്റ്റ് സീസൺ ആയിക്കഴിഞ്ഞാൽ മിക്ക ദിവസവും എല്ലാ മുറികളും ബുക്ക്ഡ് ആയിരിക്കും. of my TV channel. അങ്ങനെയാണ് ഇവർ ടൂറിസത്തിലൂടെ പണമുണ്ടാക്കുന്നത്. Inspired them to travel to. റിസോർട്ടുകൾ വനത്തിനകത്ത് തന്നെയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അല്ലാതെ വനത്തിൽ ഒരു മനുഷ്യനും കയറരുത് എന്ന വാശിയൊന്നും ഇവർക്കില്ല. റിസോർട്ടിന്റെ പടിപ്പുര കടന്നു. അവിടെ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ജിമ്മി വേറെ കുറെ കഥകളാണ് പറയുന്നത്. Ndebele village. മോണ്ടെ വില്ലേജ് ndebele ഗോത്രത്തിന്റെ മാത്രം ഗ്രാമമാണ്. Tribe called Ndebele. Ndebele. Ndebele, yes. In Zimbabwe, we have about 16. ഷോണ എന്ന ഗോത്രമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനവിഭാഗം. Can say that, of which അവരാണ് ജനസംഖ്യയിൽ 70%. at about ndebele ഗോത്രത്തിന് സൗത്ത് ആഫ്രിക്കയിലെ സുലു തുടങ്ങിയ ഗോത്രങ്ങളുമായി ബന്ധമുണ്ട്. called Ndebele. ഏതാണ്ട് 16 ഭാഷകളാണ് സിംബാബ്വേയിലുള്ളത്. We are going to belong ഞങ്ങൾ to കാണാൻ Ndebele. പോകുന്ന ഗ്രാമത്തിലെ ndebele ഭാഷ സൗത്ത് ആഫ്രിക്കയിലെ സുലു, സോസ എന്നീ ഭാഷകളുമായി ബന്ധമുള്ളതാണ്. Xhosas in South Africa. These languages, they click 3 ക്ലിക്കുകളാണ് ആ ഭാഷയുടെ അടിസ്ഥാനം. 3 letters of the alphabet. സി, ക്യു, എക്സ് എന്നീ അക്ഷരങ്ങളിലാണ് ആ ക്ലിക്കുകൾ. പിന്നെ ഇറ്റാലിയനിലും സ്പാനിഷിലുമുള്ള തരം വവൽസും ഉപയോഗിക്കുന്നു. ക്ലിക്കിംഗ് അക്ഷരങ്ങളിൽ വവൽസ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ജിമ്മി വിശദമായി പറഞ്ഞു തന്നു. With the clicking letters, C becomes ka, te, ti, ko, ku. Q becomes ka, te, ti, ko, ku. And X becomes ka, te, ti, ko, ku. All right. And I am going to construct a clicking sentence for you. റാണ ഗ്രാസ് എന്നത് ഇന്നാട്ടിൽ ധാരാളമുള്ള ഒരു തരം പുല്ലാണ്. റാണാപ്പുല്ല് മുറിക്കുന്നു എന്ന് ndebele ഭാഷയിൽ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇദ്ദേഹം വിവരിക്കുന്നത്. And in creating this sentence, which means cut the rana grass in English,
In Ndebele, it goes like this. Kumuqethu gequqethu. And if you say it fast, then it becomes even more complicated because it becomes kumuqethu gequqethu, kumuqethu gequqethu, kumuqethu gequqethu, kumuqethu gequqethu. So that is the Ndebele language for you. And these clefs are very tough. Even for our other tribes, they have difficulty in pronouncing them. So that's the homestead we are visiting. ഇങ്ങനെ വളരെ സങ്കീർണമായ ഭാഷ സംസാരിക്കുന്നവരുടെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നൂവെ എന്ന ആളുടെ കുടുംബ വീട്ടിലേക്ക്. നൂവെ ശരിക്കും ഒരു ബബൂണാണ്. അത്തരത്തിലുള്ള പേരുകളാണ് അവർക്കുള്ളത്. ജിമ്മി അങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ എപ്പിസോഡുകളിൽ കാണുന്ന ആഫ്രിക്കൻ നാടുകളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അടുത്ത ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഫോൺ 7591966600. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലൂടെ ഒരിക്കൽ കൂടി കടന്നു പോവുകയാണ്. ഈ സമയമായപ്പോഴേക്കും നഗരമാകെ ഉണർന്നു. ധാരാളം വാഹനങ്ങൾ റോഡിന്റെ 2 വശത്തുമുണ്ട്. ഇവിടെ താമസിക്കാനെത്തിയിരിക്കുന്ന ടൂറിസ്റ്റുകൾ ഷോപ്പിങ്ങിനും മറ്റും ഇറങ്ങുന്ന പട്ടണമാണിത്. ഇത് നഗരത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. അതിൽ നിരവധിയായ സ്ഥാപനങ്ങൾ. മുന്നിൽ പോകുന്ന ഈ ട്രക്ക് സാംബിയയിൽ നിന്ന് വരുന്നതാണ്. സാംബിയയിൽ ധാരാളം ചെമ്പു ഖനികളുണ്ട്. അവിടെ ചെമ്പ് ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായ കൽക്കരി സിംബാബ്വേയിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. കൽക്കരി അവിടേക്ക് കൊണ്ടുപോവുകയും കോപ്പർ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഈ ട്രക്കുകൾ. അതുപോലെ 2 രാജ്യങ്ങളിൽ നിന്നും സൗത്ത് ആഫ്രിക്ക വരെ ചരക്കുമായി പോകുന്ന ട്രക്കുകളും ഈ ഹൈവേയിൽ കാണാം. ഇപ്പോൾ വനത്തിലെ പാതയിലൂടെയാണ് യാത്ര. സാംബസി നാഷണൽ പാർക്കിന്റെ ഭാഗമായ പ്രദേശം. വനത്തിൽ അങ്ങകലെ എന്തെല്ലാമോ പണികൾ നടക്കുന്നുണ്ട്. 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ചില മത്സരങ്ങൾ വിക്ടോറിയ ഫാൾസിലാണ് നടക്കാൻ പോകുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെയെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. വേൾഡ് കപ്പോടെ ഈ പ്രദേശത്ത് ടൂറിസത്തിന്റെ വലിയൊരു കുതിപ്പുണ്ടാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. സാംബസി നാഷണൽ പാർക്കിന്റെ അകത്തുകൂടി തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ യാത്ര. ഇതിനുള്ളിൽ ധാരാളം വന്യമൃഗങ്ങളുണ്ട്. വഴിയോരങ്ങളിൽ നാട്ടുകാരുടെ ചില ചന്തകളൊക്കെ കാണുന്നുണ്ട്. ഈ വനത്തിനകത്തു തന്നെ നിരവധി ഗോത്ര ഗ്രാമങ്ങളുമുണ്ട്. ഡെവലെ ഗോത്രത്തിന്റെയും ഷോണ ഗോത്രത്തിന്റെയും ഒക്കെ ഗ്രാമങ്ങൾ. രാജ്യത്തെ ജനങ്ങളിലെ 70% പേരും ഷോണ ഗോത്രക്കാരാണെങ്കിൽ രണ്ടാമത്തെ പ്രബല ഗോത്രമായ ഇൻഡബലെ 20% പേരെ ഉൾക്കൊള്ളുന്നു. മറ്റുള്ള 14ഓളം ഗോത്രങ്ങൾ ചേർന്നാലും രാജ്യജനസംഖ്യയുടെ 10% വരൂ. വെണ്ട, ടോങ്ക, സോങ്ക, കലങ്ക തുടങ്ങിയവയാണ് ആ ഗോത്രങ്ങൾ. വൈറ്റ് സിംബാബ്വിയൻസ് എന്നൊരു ജനവിഭാഗവുമുണ്ട് ഇവിടെ. ഹൈവേയിൽ നിന്ന് ഞങ്ങൾ വനത്തിൽ കൂടുതൽ ഉള്ളിലേക്കുള്ള ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ഇതാണ് മോണ്ടെ ഗ്രാമത്തിലേക്കുള്ള വഴി. ഇവിടുത്തെ മിക്ക ഗ്രാമങ്ങൾക്കും വിദേശ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനുമെല്ലാമുള്ള സഹായങ്ങൾ. മോണ്ടെ വില്ലേജിൽ തന്നെ നല്ലൊരു പ്രൈമറി സ്കൂളുണ്ട്. വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ നിന്നും 15 കിലോമീറ്ററാണ് മോണ്ടെ ഗ്രാമത്തിലേക്കുള്ള ദൂരം. കാട്ടിൽ ചെറിയൊരു പ്രദേശത്ത് പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഗ്രാമം. പോകുന്ന വഴിക്ക് ചില വീടുകൾ കണ്ടപ്പോൾ അത് മോണ്ടെ വില്ലേജിന്റെ ഭാഗമാണെന്ന് ജിമ്മി പറഞ്ഞു തന്നു. ഓരോരോ കുടുംബങ്ങൾ അവിടെയെല്ലാം വസിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ ഒരു വീടെന്നാൽ കുറെ കുടിലുകളുടെ ഒരു കോംപ്ലക്സ് ആണ്. ആഫ്രിക്കയിലെ പല രാജ്യത്തും അങ്ങനെയുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കോംപ്ലക്സിനോട് ചേർന്ന് വലിയൊരു വേലിക്കെട്ടുണ്ടാവും. അതിനുള്ളിൽ പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തുന്നതാണ്. സിംഹവും പുലിയും ഒന്നും പിടിച്ചുകൊണ്ടു പോകാതിരിക്കാനാണ് അവയെ വേലിക്കെട്ടിനുള്ളിലിടുന്നത്. കന്നുകാലികളെ വേലിക്കുള്ളിലാക്കി രാത്രികാലങ്ങളിൽ യുവാക്കൾ അതിന് കാവലിരിക്കുകയും ചെയ്യും. കാട്ടിലൂടെ കുറേ ദൂരം ഓടി ഞങ്ങൾ മോണ്ടെ വില്ലേജിലെ ഒരു വീട്ടിലേക്കെത്തി.
ആദ്യം തന്നെ കാണുന്നത് കന്നുകാലികളെ പാർപ്പിച്ചിരിക്കുന്ന വേലിക്കെട്ടാണ്. ഇങ്ങനെയുള്ള ഓരോ വീടുകളുടെയും കോംപ്ലക്സ് ഹോംസ്റ്റഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കുറേ കുടിലുകളുടെ ഒരു കോംപ്ലക്സ്. മൈതാനത്തൊരിടത്ത് കാർ കൊണ്ടുചെന്ന് നിർത്തി ഞങ്ങൾ ഇറങ്ങി. Hello. അപ്പോഴേക്കും ഒരാൾ സാവധാനം നടന്നു വന്നു. What's your name? അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് നൽകി സ്വീകരിച്ചു. Yeah. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. How are you? പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇൻഡബലെ ഭാഷയിലാണ്. Move. അത് നമുക്കുച്ചരിക്കാൻ എളുപ്പമല്ല. My first name is അതിനാൽ എന്നെ ലവ് മോർ എന്ന് വിളിച്ചോളാൻ അദ്ദേഹം പറഞ്ഞു. Love More. First name. ജിമ്മി ചെറിയ പിള്ളേരുമായി Of കളിക്കുന്നു. course, in our culture, ഇത് ലവ് മോറിന്റെ കൊച്ചുമക്കളാണ്. first names. Okay. 2 കുസൃതികൾ, Their names. ഇരട്ടക്കുട്ടികളാണ്. അവർ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്. Got the right to call each other. കൈയിലടിക്കുന്നു. 2 പേരും വന്ന് കൈയടിച്ചു. Thank you. പിള്ളേർക്ക് അപരിചിതത്വമൊന്നുമില്ല. ഞാൻ പേര് ചോദിച്ചു. What is your name? ഇവന്റെ പേര് ടെറ്റുവ എന്നാണ്. അടുത്തവനോട് ചോദിച്ചപ്പോൾ അവനും ടെറ്റുവ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവൻ ടെവാണ്ട എന്നാണ് ഇവന്റെ പേരെന്ന് തിരിച്ചു പറഞ്ഞു തന്നു. They are twins. ടെറ്റുവയും ടെവാണ്ടയും Very naughty. മഹാകുസൃതികളാണെന്നും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നുമാണ് മുത്തച്ഛൻ പറയുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. But usually, തങ്ങളുടെ ഭാഷയിലെ പേരുകളും മറ്റും പുറമേ നിന്നുള്ളവർക്ക് പറയാൻ പ്രയാസമായതിനാലാണ് തന്നെ ലവ് മോർ എന്ന് വിളിച്ചുകൊള്ളാൻ പറഞ്ഞതെന്നൊക്കെ ഇദ്ദേഹം വിവരിച്ചു. whether they are young or ഇവിടെ ആരും ഇദ്ദേഹത്തെ ലവ് മോർ എന്ന് വിളിക്കാറില്ലത്രേ. okay. ഇന്ത്യയിലൊക്കെ ഒരു വീട്ടിൽ നിരവധി മുറികളാണെങ്കിൽ ഇവിടെ ഓരോ മുറിയുള്ള കുറെ കുടിലുകൾ ചേർന്നതാണ് ഒരു വീട്. Homestead of ഒരു മുറ്റത്തിനു ചുറ്റുമുള്ള പല കുടിലുകൾ. Ah, one family. one family. So how? ഓരോ കുടിലും ഓരോ തരം ആളുകൾക്കുള്ളതാണ്. Parents, ആൺകുട്ടികൾക്ക് താമസിക്കാൻ ഒരു കുടിൽ, children, and grandchildren. പെൺകുട്ടികൾക്കായി മറ്റൊരു കുടിൽ, Which country? ഗൃഹനാഥന് മറ്റൊന്ന്. India. Usually, അങ്ങനെയൊക്കെയാണ്. I'm sure in your country you have got houses with a number of rooms. Here, no. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിന്റെയും വീടിന്റെ സുരക്ഷയുടെയും ചുമതല കുടുംബത്തിലെ ആൺകുട്ടികൾക്കാണ്. One room. ആൺകുട്ടികൾ 5 വയസ്സുവരെ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കും. തുടർന്ന് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകി വേറൊരു വീട്ടിലാണ് താമസിപ്പിക്കുക. They are cooking for the Boys. For the dogs. Dogs. Yes. മുറ്റത്തൊരിടത്ത് എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ട്. To make sure that they prepare the meal for the dogs. Oh, how many dogs you have? I've got 4 dogs. 4 dogs. Yes. For this family. Yes. Okay. ലവ് മോറിന്റെ വീട്ടിൽ ആകെ 12 പേരാണുള്ളത്. Here we are 12. ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, അവരുടെ മക്കൾ എന്നിവരൊക്കെയുണ്ട്. Father. Yes. So അങ്ങനെ you have 12 wife? പേർ. I've got one wife. One wife. Yes. Usually only one wife. ലവ് മോറിന് എത്ര ഭാര്യയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ഭാര്യയേ ഉള്ളൂ എന്നാണ് നാണത്തോടെയുള്ള മറുപടി. Let me say this. Our culture is very much affected by global change. Christianity. ക്രിസ്ത്യാനിറ്റി വന്നതോടെ ഗോത്രരീതികളെല്ലാം മാറി മറിഞ്ഞെന്നാണ് ഇദ്ദേഹം പറയുന്നത്. And our culture is now shaping a new way because we have accommodated, we are changing slowly. ഗോത്രരീതി അനുസരിച്ച് പല ഭാര്യമാരാകാം. According to our culture, പരമാവധി കുട്ടികൾ ഉണ്ടാവണമെന്നതാണ് ഇവരുടെ രീതി. by the number of children അതിന് raised. പരമാവധി ഭാര്യമാരും വേണമല്ലോ. Because to have men children, you should have men wives. That's our culture. So പരമ്പരാഗതമായ ചിട്ടകളെല്ലാം ഇപ്പോൾ No, തെറ്റിയിരിക്കുന്നു. as men, as you are. ഞങ്ങളുടെ രീതികൾ, ഗോത്രത്തിന്റെ ആചാരങ്ങൾ എന്നിവയെല്ലാം മാറിപ്പോയി. ഒരു ഭാര്യയെ പാടുള്ളൂ എന്നാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. Our culture is being affected, and most of the people are Christians. okay. So because they are Christians, now that polygamy is just dying a natural death. മൈതാനത്ത് ഒരടുപ്പിൽ എന്തോ വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പട്ടിക്ക് കൊടുക്കാനുള്ള തീറ്റയാണെന്ന് പറഞ്ഞു. Then, ഇത്രയും വലിയ പാത്രത്തിലോ എന്നെനിക്ക് സംശയമായി. which was not feeling well, അപ്പോഴാണ് വിവരം പറഞ്ഞത്. Killed it. killed it. ഒരു ആടിന് സുഖമില്ലാതെയായി. അതിനെ കൊന്ന് പട്ടിക്ക് വേണ്ടി വേവിച്ചു വെക്കുകയാണ്. പല ദിവസങ്ങളിലായി കൊടുക്കാനുള്ളതാവാം. 4 പട്ടികളുണ്ട് ഇവർക്ക്. അവയും ആൺമക്കളും ചേർന്നാണ് വളർത്തുമൃഗങ്ങളെയും ഈ വീടിനെയും സംരക്ഷിക്കുന്നത്. And mouse. ആൺമക്കൾ ആയുധവുമായി ചെന്ന് കടന്നുകയറ്റക്കാരെയും മോഷ്ടാക്കളെയും ഓടിച്ചുവിടും.
ഇതാണ് ആടിനെയും പശുവിനെയും ഒക്കെ സംരക്ഷിക്കാനുള്ള വേലിക്കെട്ട്. 2 ഭാഗങ്ങളിലായി കുറെ ആടുകളും പശുക്കളുമുണ്ട്. ഇവയൊക്കെ താമസിയാതെ തീറ്റാനായി കാട്ടിലേക്ക് കൊണ്ടുപോകും. The other boys you saw, 15 ആടുകളുണ്ട് ഇവർക്ക്, 20 പശുക്കളും. the other is from my nephew, ഇവിടെ ഇദ്ദേഹത്തിന്റെ മക്കൾ മാത്രമല്ല, the other is from my brother. സഹോദരങ്ങളുടെ മക്കളുമുണ്ട്. Staying with me. Okay. ലവ്മോർ So, in കുടുംബനാഥനാണ്. our culture, they don't call me സഹോദരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇളയവരാണ്. cousin or whatever. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് സഹോദരങ്ങളുടെ മക്കളും. Is my blood child. ഈ പശുക്കളും ആടുകളുമാണ് ഇവരുടെ കറൻസി എന്ന് പറയാം. That's our bank. പണത്തിന് എപ്പോൾ ആവശ്യം വന്നാലും ഇവയിൽ ഒന്നിനെ വിൽക്കും. ഒരു ബാങ്ക് നിക്ഷേപം പോലെയാണ് കന്നുകാലികൾ. എത്ര പശുക്കൾ ഉണ്ടെന്നതാണ് ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക നില നിർണയിക്കുന്നത്. They are going out. കാട്ടിൽ മേഞ്ഞു നടന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന പശുക്കൾ. Boys will take them out. അവയെയെല്ലാം കണ്ട് ലവ്മോർ പറഞ്ഞ ഗ്രാമകഥകൾ കേട്ട് ഇവരുടെ നിത്യജീവിതത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു.